സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം, ഇതൊക്കെ ഓരോ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര, ഈശാന, സദാശിവാദികളെ കൊണ്ട് ഈ കൃത്യങ്ങൾ നിർവഹിക്കുന്നതായിട്ടും, അതിനുശേഷം മന്ത്രോപാസനയുടെ പ്രാധാന്യം, ദേവിയെ എങ്ങനെ ഉപാസിക്കണം, ഏത് മന്ത്രം കൊണ്ട് ഉപാസിക്കണം, എങ്ങനെയാണ് ഉപാസനകളൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള മനോഹരങ്ങളായ പല ഉദാഹരണങ്ങളിലൂടെ നമ്മൾ കണ്ടു. അതിനുശേഷം ഷഡംഗന്യാസം ഇത് കണ്ടു. ദേവി എങ്ങനെയാണ് പാശബദ്ധരായിരിക്കുന്ന, രാഗദ്വേഷാദികളാൽ കെട്ടപ്പെട്ടിരിക്കുന്ന ജീവജാലങ്ങളെ മുക്തിമാർഗത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ള ഈ പ്രകരണങ്ങൾ ഒക്കെ കണ്ടു. ഇതിന് ശേഷം സ്വാഹ സ്വധാ മതിർമേധ ശ്രുതിസ്മൃതിരുത്തമ 535 നാമം മുതൽക്ക് ഏകദേശം അവസാനം വരെയുള്ള ഭാഗങ്ങൾ ദേവിയുടെ വിഭൂതി വിസ്താരമാണ് ഉള്ളത്. അതിനുശേഷം ശിവശക്തി സാമരസ്യം എന്ന് പറയുന്ന പ്രകരണത്തോടു കൂടി ഇത് മാത്രമല്ല ഇതിലുള്ളത്. ഇതിൽ ഒരുപാട് വീണ്ടും ഇതിനെ വകഭേദപ്പെടുത്താം, ക്ലാസിഫൈ ചെയ്യാം. പക്ഷേ അത്രയ്ക്കൊന്നും ചെയ്യുന്നില്ല. ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒരു വിഹക വീക്ഷണം, മുകളിൽ നിന്നുള്ള ഒരു കാഴ്ച, ഒരു പക്ഷി മുകളിൽ നിന്ന് താഴെ കാണുമ്പോൾ എങ്ങനെയാണോ കാണുക, അതുപോലെ എന്താണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന, ഇതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ളതിനെ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ഏകദേശം സൂചനകളാണ് തന്നത്. ഇനി ക്രമമായിട്ട് ഓരോ മന്ത്രങ്ങളും അതിൻ്റെ വിശദീകരണവും ഭാസ്കര രായർ എന്ന ഒരു മഹാവ്യക്തി ഇതിന് സൗഭാഗ്യ ഭാസ്കരം എന്ന് പറയുന്ന ഒരു അതിവിശിഷ്ടമായ ഒരു വ്യാഖ്യാനം നിർമ്മിച്ചു. ആ വ്യാഖ്യാനത്തിൻ്റെ വർണ്ണന അതെങ്ങനെയാണ് പറയുന്നത്, അതിനെ അനുസരിച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഓരോ മന്ത്രങ്ങളും കാണാം. സഹസ്രനാമങ്ങൾ പലതാണ്. ഗംഗ, ഭവാനി, ഗായത്രി, കാളി, ലക്ഷ്മി, സരസ്വതി, രാജേശ്വരി, ബാല, ശ്യാമള എന്നൊക്കെ ദേവീപരമായിട്ടുള്ള സഹസ്രനാമങ്ങൾ തന്നെ ധാരാളം ഉണ്ട്. ഇതുകൂടാതെ വിഷ്ണു, ശിവസഹസ്രനാമങ്ങൾ, ഗണേശ സഹസ്രനാമങ്ങൾ എന്ന സഹസ്രനാമങ്ങൾ പലതാണ്. എത്രയോ ആൾക്കാർ, പലർക്കും ഇതിൻ്റെ മുഴുവൻ അർത്ഥം അറിഞ്ഞുകൊള്ളുന്നില്ല. പലരും ഇതിൻ്റെ ധ്വനി കൊണ്ടും ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു അവാച്യമായ സന്തോഷം കൊണ്ടുമാണ്, ഭക്തി കൊണ്ടുമാണ് ഇതിനെ ചൊല്ലി വരുന്നത്. എത്രാസ്തി ഭോഗോ നഹി തത്ര മോക്ഷ, എത്രാസ്ത്രി മോക്ഷ നഹി തത്ര ഭോഗ, ശ്രീ സുന്ദരീ തർപ്പണ തത്പരാണാം ഭോഗശ്ച മോക്ഷസ്ഥ കരസ്ഥയേവ. സാധാരണഗതിക്ക് ആധ്യാത്മികമെന്ന് പറഞ്ഞാൽ ലൗകിക വ്യവഹാരങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഉപവാസാദികളൊക്കെ ചെയ്തുകൊണ്ട് തപോനിഷ്ഠരായിട്ട് വേറെ മാറി നിൽക്കുക എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ ദേവി ഭക്തന്മാർ അങ്ങനെയല്ല. അവർ സുഗന്ധവാക്ക്, നല്ല വാക്കുകളോടും കൂടിയും നല്ല വേഷഭൂഷാദികളോടും കൂടി ജീവിക്കണം എന്നാണ് ശാക്തമതം പഠിപ്പിക്കുന്നത്. സാധാരണ ഭോഗവും മോക്ഷവും ഒരു സ്ഥലത്ത് നിൽക്കാറില്ല എന്ന് പറയും. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഒരു വ്യാഖ്യാനത്തിൽ പറയും, രത്നഗ്രൈവേയ ചിന്താക്ക ലോലമുക്ത ഫലാന്വിത എന്നുള്ള മന്ത്രത്തിൻ്റെ ഒരു വ്യാഖ്യാനമാണിത്. ഗ്രൈവേയ ചിന്തകന്മാരെന്ന് വെച്ചാൽ കഴുത്തോളം ചിന്തിക്കുന്നവർ, വെറും ശബ്ദം മാത്രം ഉണ്ടാക്കുന്നവരെന്നാണ്. ലോലന്മാരെന്ന് വെച്ചാൽ അങ്ങും ഇങ്ങും സഞ്ചരിക്കുന്നവർ, കുറച്ച് നാൾ ഭോഗം, കുറച്ച് നാൾ ത്യാഗം, അങ്ങനെയുള്ളവർ. മുക്താഫലൻ എന്ന് വെച്ചാൽ മുക്തിയെ മാത്രം കാക്ഷിക്കുന്നവർ. അങ്ങനെ ഈ 3 പേരെയും തൻ്റെ ഹൃദയത്തിൽ ആഭരണമായിട്ട് ധരിക്കുന്നു. ഭഗവത്ഗീതയിൽ ഭഗവാൻ ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി എന്ന് ഭക്തന്മാരെ 4 രീതിയിൽ പറയും. ആർത്തൻ എന്ന് വെച്ചാൽ ദുഃഖിതർ, ജിജ്ഞാസു എന്ന് വെച്ചാൽ കുറച്ച് ആധ്യാത്മിക വിഷയങ്ങളിൽ തൽപരരായിട്ടുള്ളവർ, അർത്ഥാർത്ഥി എന്ന് വെച്ചാൽ ധനം മാത്രം കാക്ഷിക്കുന്നവർ, ജ്ഞാനി എന്ന് വെച്ചാൽ മുക്തന്മാർ, ജ്ഞാനികൾ. ഈ 4 പേരെയും ഉദാരാ സർവയേവേദേ ജ്ഞാനീതു ആത്മൈവമേ മതം എന്ന് 4 പേരും പുണ്യശാലികളാണ് എന്ന് ഭഗവാൻ പറയും. അതുപോലെ ഏതെങ്കിലും രീതിയിൽ തുടക്കത്തിലത് ഭക്തിക്ക് വേണ്ടി ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ തുടക്കത്തിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിക്കുവാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ ഒരു രോഗമുക്തിക്ക് വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ ഒരു പ്രമോഷന് വേണ്ടി പോകുന്നു, വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പോകുന്നു എന്നൊക്കെ
ഏതെങ്കിലും ഉദ്ദേശം വെച്ച് ഇതിനെ ഭജിക്കുന്നവരുണ്ട്. അനന്ത സഹസ്രനാമം എന്ന് പറയുന്ന ഒരു ക്രമം ഭാരതത്തിൽ ഉണ്ട്. അയുത സഹസ്രനാമം എന്നൊരു പേരുമുണ്ട് അതിന്. 10,000 മന്ത്രങ്ങളാണ് അതിനുള്ളത്. ശിവൻ്റെ പേരിലാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത്. അത് രാവിലെ തുടങ്ങിയാൽ 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം അത് തീരണമെങ്കിൽ. അത്രയും സമയമെടുക്കും. അപ്പോൾ ഇതിൻ്റെ ദൈർഘ്യം നമുക്ക് നമ്മുടെ ഭക്തിയും നമുക്ക് കിട്ടുന്ന സമയവും നമ്മുടെ ജോലികളും ആശ്രയിച്ചിരിക്കുന്നു. എത്ര സമയം വേണമെങ്കിൽ ഈശ്വരനെ ഭജിക്കാം. പിബരേ രാമരസം എന്ന് പറഞ്ഞ മാതിരി എത്ര വേണമെങ്കിൽ ഈ നാമരസം നമുക്ക് ഭജിക്കാവുന്നതാണ്. ഈ ശ്രീലളിതാ സഹസ്രനാമവും അമ്പലങ്ങളിൽ ചെന്ന് രാവിലെ നട തുറക്കുമ്പോൾ അവരവിടെ ചെല്ലും. ആ സമയം മുതൽക്ക് ഇത് ചൊല്ലിത്തുടങ്ങും. അമ്പലത്തിൻ്റെ പ്രസാദം മാത്രം കഴിച്ചും കൊണ്ട്. ഇതിനെ ഭജനം എന്നാണ് പറയുന്നത്. പുരസ്ചരണം എന്നൊക്കെയുള്ള ക്രമങ്ങളും ഇതിനുണ്ട്. പ്രതിപൻ മുഖ്യരാകാന്ത ദധിമണ്ഡല പൂജിത എന്നൊക്കെ ഇതിനെ ലളിതാ സഹസ്രനാമത്തിൽ പിന്നീട് വർണ്ണിക്കും. അപ്പോൾ ആദ്യം 10 സഹസ്രനാമം, പിന്നെ അതിനെ വർദ്ധിപ്പിച്ചു, പിന്നെ അതിനും വർദ്ധിപ്പിച്ചു, പിന്നെ കുറച്ചു, അങ്ങനെയൊക്കെയുള്ളൊരു ക്രമങ്ങളുണ്ട്. ചിലർ അഷ്ടോത്തര ശതസഹസ്രനാമം 108 തവണ ഇത് ഒരുമിച്ച് ജപിക്കും. ചിലർ 300 തവണ ജപിക്കും, ചിലർ 500 തവണ ജപിക്കും, ചിലർ 1000 തവണ ഇതിനെ ജപിക്കും. ബ്രഹ്മാവിഷ്ണു മഹേശ്വരാദി ഉത്തമോത്തമരായ ദേവന്മാർ പോലും ഇതിനെ അനവരതം ജപിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ആദ്യം ഒരു ഫലേച്ഛയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുകയാണെങ്കിലും പിന്നീട് നിഷ്കാമമായിട്ട് ഈശ്വര ഭജനം, ഭക്തിക്ക് വേണ്ടിയുള്ള ഭക്തി, അമ്മയെ സ്നേഹിക്കുവാൻ വേണ്ടി മാത്രമുള്ള സ്നേഹം, ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാത്ത യശോദാദി, മീരാദി, ആണ്ടാൾ മുതലായ ഭക്തരൊക്കെ എങ്ങനെയാണോ ഭഗവാനിൽ ഭക്തി അർപ്പിച്ചത് അതുപോലത്തെ ഉത്തമോത്തമരായ ഭക്തരാകാൻ സാധിക്കും. ആദ്യം സാധാരണ ജനങ്ങൾ ഉത്തമരാകുന്നു, ഉത്തമോത്തമരാകുന്നു, ഉത്തമോത്തമർ ജീവൻ മുക്തരാകുന്നു. ജീവൻ മുക്തർക്ക് ഇത് വിശ്രമ സ്ഥലമാണ്. നമുക്കൊക്കെ ഇതൊരു സോപാനം പോലെ പടികേറി പോകാനുള്ള ഒരു പദ്ധതിയാണ്. അതേസമയം അമ്മയെപ്പോലത്തെ മഹാപുരുഷന്മാർക്ക് നാമജപം എന്ന് പറയുന്നത് ഒരു സാധനാക്രമമല്ല. അവർ വിശ്രമിക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. അവർക്കിതൊരു വിശ്രമം മാത്രമാണ്. അതുകൊണ്ട് പടിപടിയായിട്ട് ഭക്തി നമ്മളും മുന്നേറി ഈശ്വരാനുഗ്രഹം, അമ്മയുടെ അനുഗ്രഹം നേടാം. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ 1ാമത്തെ നാമം തുടങ്ങി ഓരോ നാമമായിട്ട് നമ്മൾ അതിൻ്റെ വിശദീകരണം കേൾക്കാം. അതിന് എല്ലാവർക്കും സർവക്ഷേമം ഉണ്ടാകട്ടെ, ഈശ്വരൻ അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു.